ആര്യാടൻ ഷൗക്കത്തിനെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി PV അൻവർ രംഗത്തു വന്നു. 2 മാസം മുമ്പ് CPM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ ശ്രമിച്ചയാളാണ് ആര്യാടൻ ഷൗക്കത്തെന്ന് വളരെ ഗുരുതരമായ ഒരു ആരോപണം കൂടി ഇന്ന് അൻവർ ഉന്നയിച്ചു. ഷൗക്കത്തിനെ പിന്തുണയ്ക്കണോ എന്ന കാര്യം 2 ദിവസങ്ങൾക്കകം തീരുമാനിക്കുമെന്നാണ് PV അൻവറിന്റെ നിലപാട്. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് നിലമ്പൂരിലെ ജനങ്ങളിലുള്ള പ്രതികരണം എനിക്കറിയാം. അത് കണക്കാക്കിക്കൊണ്ടാണ് ഇത് ആലോചിച്ച് ചെയ്യണമെന്ന് UDF ലീഡർഷിപ്പിനോട് ഞാൻ പറഞ്ഞിരുന്നത്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ നമുക്കറിയാം CPM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാനുള്ളൊരു ശ്രമം കഴിഞ്ഞ 2 മാസം മുമ്പ് നടന്നതാണ്. കോൺഗ്രസ്സുകാർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. CPM അത് കൺസിഡർ ചെയ്യുകയും പാർട്ടിയിൽ ചർച്ച നടത്തുകയും ചെയ്തപ്പോൾ ഒരു കാരണവശാലും CPM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് നിലമ്പൂരിലെ മുഴുവൻ LC-യും AC-യും എടുത്തതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം പിന്നീട് അതിന് പിൻവാങ്ങുന്നത്. PV അൻവറിന്റെ വിമർശനത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. താൻ ആരാണെന്ന് നിലമ്പൂരിലെ ജനങ്ങൾക്ക് അറിയാമെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. ഒരു കാര്യത്തിലും അത്തരം കാര്യങ്ങളൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. ഇവിടെ വളരെ വ്യക്തമായി ഞാൻ എന്താണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ഞാൻ എന്തായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷവും അതിനു മുൻപും നിലമ്പൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാനായിട്ടും ഒക്കെ ഞാൻ എന്താണ് പ്രവർത്തിച്ചത് എന്ന് ജനങ്ങൾക്കറിയാം, പാർട്ടിക്കറിയാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിലമ്പൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, വളരെ ഗുരുതരമായ ഒരു ആക്ഷേപമാണ് ഈ PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല അൻവറിൻ്റെ രാഷ്ട്രീയ ഗ്രാഫിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഇന്ന് തന്നെ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. തീർച്ചയായും SKN, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് രാവിലെ മുതൽ ഇത്തരത്തിലൊരു അതൃപ്തി അൻവർ പരസ്യമായി പറഞ്ഞിരുന്നു. ഇന്നലെ ഏത് ചെകുത്താനായാലും വേണ്ടില്ല, പിണറായി സ്ഥിനെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ താൻ അവരെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ PV അൻവർ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ നിലപാട് പൊടുന്നനെ മാറ്റുകയായിരുന്നു. ചെകുത്താൻ എന്നത് ഒരു പ്രയോഗം മാത്രമാണ്. നല്ല ചെകുത്താൻ, നന്മയുള്ള ചെകുത്താന് ആയിരിക്കണം സ്ഥാനാർത്ഥി, അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ ആര്യാടൻ ഷൗക്കത്ത് നന്മയുള്ള ചെകുത്താനാണോ എന്ന് നമ്മൾ എടുത്ത് ചോദിച്ചു. അത് തനിക്ക് അറിയില്ല എന്നാണ് മറുപടി. VSGയുടെ കാര്യം ചോദിച്ചപ്പോഴും പറഞ്ഞത് അദ്ദേഹം വളരെ മികച്ച ഒരു സ്ഥാനാർത്ഥിയാവും, നല്ല യുവാവാണ് എന്നാണ് പറഞ്ഞത്. വൈകിട്ടാണ് ഈ ഒരു പ്രഖ്യാപനം വന്നത്. പ്രഖ്യാപനം വന്നതോടുകൂടി വളരെ ഈ PV അൻവറിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അത് VS ജോയിയെ കിട്ടാതെ പോയി എന്നുള്ളത് മാത്രമാണോ, അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? കാരണം ഇന്നലെ പറയുന്നു ഏത് ചെകുത്താനാലും മതി, ഇന്നാണെങ്കിൽ അങ്ങനെ എല്ലാ ചെകുത്താനെയും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ഈ മലക്കം മറിച്ചിലിന് എന്താണ് ഈ PV അൻവറിനെ പ്രേരിപ്പിച്ചത്? SKN, ഇതിൽ അസോസിയേറ്റ് മെമ്പർ ആക്കാം UDF-ൻ്റേത് എന്നൊരു ഉറപ്പ് ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നു. പക്ഷെ അത് ഇപ്പോൾ പ്രഖ്യാപിക്കാനാകില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. എന്തായാലും ഇന്ന് ഇത്തരം ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് തന്നെ VS ജോയിയുടെ പേര് UDF നേതാക്കളെയൊക്കെ PV അൻവർ അറിയിച്ചിരുന്നു. അത് അംഗീകരിച്ചില്ല. പക്ഷേ അതിനുശേഷം VD സതീശൻ അടക്കമുള്ള ആളുകൾ അവരെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ അസോസിയേറ്റ് മെമ്പർ ആക്കാമെന്ന ചില ലീഗ് നേതാക്കൾ അദ്ദേഹത്തിന് ഈ ഒരു ഘട്ടത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 ദിവസം കൃത്യമായ രീതിയിൽ ഒരു കാത്തിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അപ്പോഴും ചോദ്യം ബാക്കിയാണ്. ഈ ലീഗ് നേതാക്കളൊക്കെ കണ്ടു നേരെ ഒതായിലെ തറവാട്ട് വീട്ടിലേക്ക് കയറി വന്ന PV അൻവർ വളരെ വൃത്തിയായി തന്നെ ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഗുരുതരമായ ആക്ഷേപം ഉന്നയിക്കുകയാണ് ചെയ്തത്. അതായത് UDF സ്ഥാനാർത്ഥിക്കെതിരെ ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചു. ശേഷം 2 ദിവസം കാത്തിരിക്കാം, ഞങ്ങൾ ജനങ്ങളുടെ അഭിപ്രായം മനസ്സിലാക്കട്ടെ, എന്നിട്ട് നടപടിയെടുക്കാമെന്നാണ് തീരുമാനമെടുക്കാമെന്നാണ് പറയുന്നത്. ഈ 2 ദിവസം നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ലീഗ് നേതാക്കൾ പറയുന്നതാണ് ഈ 2 ദിവസത്തെ കണക്ക്. അതിനുള്ളിൽ ഒരു UDF-ലേക്കുള്ള ഒരു പ്രവേശനം ഉറപ്പായാൽ ഒരുപക്ഷേ PV അൻവർ നിലപാട് മാറ്റും. അത് UDF-നുള്ള പിന്തുണയാകും, ആര്യാടൻ ഷൗക്കത്തിനുള്ള പിന്തുണയാകും എന്ന് പറയുന്നു. പക്ഷേ ഈ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു കാരണവശാലും സന്തോഷവാനല്ല PV അൻവർ. ആര്യാടൻ ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയാകുന്നതിൽ ഒരു ഘട്ടത്തിൽ പോലും ഒരു പിന്തുണയും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നൽകാൻ ഈ ഒരു ഘട്ടത്തിലും അദ്ദേഹം തയ്യാറാകുന്നില്ല. SKN. ശ്രീജിത്ത് ശ്രീകുമാരനാണ് നിലമ്പൂരിൽ വിവരങ്ങൾ നൽകിയത്.